എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി എല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ ചില സുഹൃത്തുക്കൾ, അതായത് ഏറെ അടുപ്പമുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു തുടങ്ങി, എന്താണ് വിട്ടു നിൽക്കുന്നത്, ഒരു പോസ്റ്റും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു വീഡിയോയും കാണുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് സാന്നിധ്യം വേണം എന്നഭിപ്രായപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഒന്ന് വന്നു പോകാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് നാൾ വിട്ടുനിന്നതിന് ശേഷം തുടങ്ങുന്നതായതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രത്യേക പ്രാധാന്യമുള്ള സമയവുമാണ്. അതായത് ഒന്ന് ശബരിമല തീർത്ഥാടന കാലം, അതുപോലെ ഒരു മഹാഗുരുവിൻ്റെ സന്നിധിയിലേക്കുള്ള ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടന കാലം, അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു സമയമായതുകൊണ്ട് ഒരു ഗുരുസ്മരണയോടുകൂടി ആധ്യാത്മിക വിഷയങ്ങൾ ഇടയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ഗുരുസ്മരണയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഗുരുസ്മരണ എന്ന് ഞാൻ പറഞ്ഞത് നാരായണ ഗുരുദേവൻ്റെ ഒരു കൃതി, ഇതിലെ 1-2 ശ്ലോകങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ഉണ്ടാവുന്ന ചോദന പ്രകടമാക്കുകയും വേണം, കമൻറ്റുകൾ ഇടണം. ആ ഒരു അഭ്യർത്ഥനയോടെ ആരംഭിക്കട്ടെ. കൃതി ഇതാണ്. വളരെ ലളിതമെന്ന് തോന്നുന്ന, ഗുരുദേവ കൃതികളിൽ ഏറ്റവും ലഘു അല്ലെങ്കിൽ ലളിതം എന്ന് തോന്നാവുന്ന ഒരു കൃതിയാണ് ദൈവദശകം. അത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക്, ഒരാവിവൻ തോണി നിൻ പദം. അതിൻ്റെ തൊട്ടടുത്ത ശ്ലോകം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്: ഒന്നൊന്നായി എണ്ണി എണ്ണിത്തൊട്ടെണ്ണിപ്പൊരുളൊടുങ്ങിയാൽ, നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഇനി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനത്തെ ശ്ലോകമാണ്: ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇനി നമുക്കത് അല്പമൊന്ന് ശ്രദ്ധിക്കാം. തുടക്കം ദൈവമേ എന്നുള്ള ഒരു സംബോധനയിൽ നിന്നാണ്. ഒടുക്കം നമ്മുടെ ആവശ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. എന്താണ്? ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നിത്യം സുഖമായി വാഴണം. അതിന് അനുഗ്രഹിക്കേണ്ടത്, കനിയേണ്ടത് ദൈവമാണ്, ഈശ്വരനാണ്. അപ്പോൾ അവിടെ ആ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ചെറുതായി ഒന്ന് പോകാം. വിശദമാക്കാനുള്ള സമയം ഒരു വീഡിയോയിലൂടെ കിട്ടില്ല. പ്രഭാഷണ വേദിയൊക്കെ ആണെങ്കിൽ അത് വിഷയം വേറെ, സമയമുണ്ടാവും. പക്ഷേ ഇതുപോലൊരു വീഡിയോയിലൂടെ അത് വ്യക്തമാക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്, സമയം തികയാതെ വരും. അതുകൊണ്ട് പരിമിതമായ രീതിയിൽ ഒന്ന് പരാമർശിച്ചു പോകാം എന്നേ ഉള്ളൂ, എന്നേ കഴിയൂ. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ. അവിടെ ഈ അങ്ങ് ഇങ്ങ് എന്ന് പറയുന്ന 2 പദങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ഗഹനമായി ചിന്തിക്കേണ്ട പ്രയോഗങ്ങളാണത്. ഇവിടെ ഗുരു ഒരിക്കലും അങ്ങിരിക്കുന്ന ദൈവത്തെ സംബോധന ചെയ്തിട്ടില്ല, ആശ്രയിച്ചിട്ടില്ല, പൂജിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെയോ നിന്നിലിരിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കാനാണ് പറഞ്ഞിട്ടുള്ളതില്ല. ഏത് കൃതി എടുത്തു നോക്കിയാലും, ഏത് കീർത്തനങ്ങളെടുത്ത് നോക്കിയാലും അതിലെല്ലാം ഉദ്ബോധനം ഈ ഒന്നാണ്: ഈശ്വരൻ നിന്നിൽ തന്നെയാണ്, നീ തന്നെയാണ്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങിരിക്കുന്ന ഒരു ദൈവത്തോടൊരു പ്രാർത്ഥന ഒരിക്കലും ഗുരുദേവനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ഗുരുദേവൻ, നടത്തുകയില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ പൊരുൾ? ഇതിൻ്റെ പൊരുൾ ചിന്തിച്ച് പോകുമ്പോൾ ജീവൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഒരിക്കൽ, ഒരു കൃതിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്ന ഒരു വെരുകിന് സമാനമാണ്. അതായത് 3 അറകളുള്ള ഒരു കൂട്ടിൽ പിടിച്ച് അടച്ചിട്ടിരിക്കുന്ന ഒരു വെരുകിൻ്റെ സ്വഭാവമാണ് ജീവന്. അതൊരിടത്തും സ്വസ്ഥമായിരിക്കുന്നില്ല. സ്വസ്ഥമായിരിക്കാൻ അതിന് കഴിയില്ല. ഒന്നാമത്തെ കൂട്ടിൽ നിന്ന് രണ്ടിലേക്ക് പോകും, 2-ൽ നിന്ന് 3-ലേക്ക് പോകും, 3-ലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ മാർഗമില്ല. അതുകൊണ്ട് വീണ്ടും തിരിച്ച് 2-ൽ വന്ന് 1-ലേക്ക് വരും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആവർത്തനം അതിൻ്റെ മരണം വരെ തുടരും, ആ കൂട്ടിൽ തന്നെ ഇട്ടേക്കാണെങ്കിൽ. ഇവിടെ ജീവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു കൂട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആ ജീവൻ ചുറ്റിത്തിരിയുന്ന ഈ 3 അറകളാണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ ഇരിക്കുന്ന അവസ്ഥ, കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. സ്വപ്നം എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏകദേശമായ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടെങ്കിലും അത് സുപ്ത അവസ്ഥയിലാണ് മിക്കവാറും. പക്ഷെ എന്നാൽ പൂർണ്ണമായ സുഷുപ്തി അല്ല താനും. അതിന് ശാസ്ത്രം പറയുന്ന ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്, യായ സ്മൃതി സ അനുഭവപൂർവ്വ. അതായത് മുൻ ജന്മങ്ങളിൽ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്, മനുഷ്യൻ്റെ ഒരു ശരീരം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങളിൽ എപ്പോഴൊക്കെയോ അനുഭവിച്ചും കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ അറിഞ്ഞ വിഷയങ്ങൾ ഉപബോധ മനസ്സിൽ, അഥവാ അത് പിന്തുടരുന്ന സൂക്ഷ്മ ശരീരത്തോടും ഒപ്പം മാറി മാറി വരുന്ന ശരീരങ്ങളിലേക്ക് പിന്തുടരുന്ന ഒരു അവസ്ഥയുണ്ട്, വ്യവസ്ഥിതിയുണ്ട്. അങ്ങനെ എന്നോ ഒരിക്കലൊക്കെ അനുഭവിച്ചും കണ്ടും കേട്ടുമൊക്കെ ഉപബോധ തലത്തിൽ നിലനിൽക്കുന്ന വിഷയങ്ങൾ ഉണർന്നു വരുന്നതാണ് സ്വപ്നം എന്ന് ആചാര്യന്മാർ പറയുന്നു. അത് ഞാനിവിടെ ഒരു തർക്ക വിഷയമായിട്ട് ഉന്നയിച്ചതല്ല. ഈ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അപ്പോൾ ജാഗ്രത, സ്വപ്നം, പിന്നെ സുഷുപ്തി. സുഷുപ്തി എന്ന് പറഞ്ഞാൽ അവിടെ ഗാഠനിദ്ര എന്നാണ്. ഗാഠനിദ്ര എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ കുറേ സമയമെങ്കിലും ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ എല്ലാ മനുഷ്യനുമുണ്ട്. ഈ അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സുഷുപ്തിയിൽ നിന്ന് വീണ്ടും സ്വപ്നം, ജാഗ്രത, ഇങ്ങനെ ഈ 3 അവസ്ഥകളിൽ കറങ്ങിത്തിരിയാൻ മാത്രമേ ജീവന് കഴിയുന്നുള്ളൂ. എന്നാൽ ഇതിനപ്പുറത്തേക്ക് പോയ കുറച്ചു പേരുണ്ട്. അവരെയാണ് നമ്മൾ ഋഷികളെന്നും സന്യാസിമാരെന്നും യോഗികളെന്നും വിദ്വാൻമാരെന്നും ഗുരുക്കന്മാരെന്നും സർവോപരി ഗുരുക്കന്മാരെന്നും ഒക്കെ സംബോധന ചെയ്തു പോരുന്നത്. അവരെത്തിച്ചേർന്ന 4ാമത്തെ തലം, നമുക്ക് അപ്രാപ്യമായിരിക്കുന്ന തലം, അതാണ് തുരീയം. അപ്പോൾ അങ്ങനെ 4 അവസ്ഥകൾ വരുന്നു അവരെ സംബന്ധിച്ച്. ഈ തുരീയ അവസ്ഥയിൽ എത്താതെ ജീവന് സ്വസ്ഥതയുണ്ടാവില്ല. ഈ തുരീയ അവസ്ഥയിലെത്തിയാൽ ബാക്കി 3 അവസ്ഥകളെയും അപഗ്രഥിക്കാനുള്ള ശേഷി അവനുണ്ടാവുന്നു. അപ്പോൾ മാത്രമേ അതുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ തുരീയ അവസ്ഥയിലെത്തണം. അതിനെന്ത് വേണം എന്നുള്ളതാണ് അടുത്ത ശ്ലോകം പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണിപ്പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി പൊരുളുകളെല്ലാം ഒടുങ്ങണം. എന്താണ് ഈ പൊരുളെന്ന് പറയുന്നത്? വിഷയജ്ഞാനമാണ്. ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം, അത് എല്ലാം അതിനെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടായി കഴിയുമ്പോൾ ഇത് അന്വേഷിക്കുന്ന വസ്തു ഇതല്ല എന്ന് ബോധ്യപ്പെടും. കാരണം എന്താ? അന്വേഷിക്കുന്നത് സുഖമാണ്, നിത്യമായ ആനന്ദമാണ്. അതല്ല ഇതിൻ്റെ പരിണാമം എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക്, അങ്ങനെ ഒന്നൊന്നായി അപഗ്രഥിച്ച് വിഷയങ്ങളെയെല്ലാം പിന്തള്ളിയിട്ട് മാറ്റിക്കളഞ്ഞിട്ട് ഇനി അന്വേഷണം മുമ്പോട്ട് പോകണ്ടാത്ത തരത്തിൽ എത്തിപ്പെടുന്ന ഒരു പോയിൻ്റുണ്ട്.
അവിടെ എത്തണം എന്നാണ്. അപ്പോൾ അതാണ് ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണിപ്പൊരുടങ്ങിയാൽ വിഷയജ്ഞാനത്തിലേക്ക് വ്യാപരിക്കാൻ പോകാതിരിക്കുന്നതാണ് അപ്പോൾ ഭംഗി. കാരണം എന്താ, വിഷയജ്ഞാനം അപഗ്രഥിച്ച് തള്ളാൻ നിന്നാൽ ഈ ജന്മമോ 2-3 ജന്മങ്ങളോ മതിയാവില്ല. അതിന് മാത്രം വിഷയങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. കാണുന്നതും അറിയപ്പെടുന്നതും എല്ലാം വിഷയങ്ങളാണ്. അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വരും, അത് കഴിയുമ്പോൾ അതിനടുത്തത് വരും. അങ്ങനെ ഒരിക്കലും അവസാനമില്ലാത്ത ഒരു സഞ്ചാരമായിട്ട് മാറും ജീവൻ്റെ ഗതി. അതുകൊണ്ട് കുറേ അന്വേഷിച്ചിട്ട് ഇതല്ല ഞാൻ അന്വേഷിക്കുന്ന വസ്തു എന്ന് ബോധ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് യഥാർത്ഥ വസ്തുവിനെ പ്രാപിക്കാനുള്ള പരിശ്രമം തുടങ്ങണം. അത് തുടങ്ങാൻ കഴിയണമെങ്കിൽ ഒന്നൊന്നായി എണ്ണി ഈ പൊരുളുകളെയെല്ലാം, മനസ്സിൽ ഉയർന്നു വരുന്ന പൊരുളുകളെയെല്ലാം അപഗ്രഥിച്ച് അത് ശ്രദ്ധിച്ച് ഇതല്ല ഞാൻ അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അതുമാത്രമാണ് അതിന് പോകാൻ വഴി. ഇനി ഇങ്ങനെ പോയവർ നമുക്കങ്ങനെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്ന് മറ്റൊരു കീർത്തനമല്ല, അതൊരു കൃതിയാണെന്ന് തോന്നുന്നു, ആത്മോപദേശ ശതകമാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല, ക്ഷമിക്കണം. അതിനകത്തൊരു ശ്ലോകമുണ്ട്. എന്താണത്? അവിടെ ഗുരു പറയുന്നു, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം, ഇതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം. അതൊരു വൈരുദ്ധ്യമല്ലേ? ഉണരരുത് എന്ന് പറയുന്ന ആരോടാ? ഉറങ്ങിക്കിടക്കുന്നവനോടാണ്. ഉറങ്ങിക്കിടക്കുന്നവനോട് തന്നെ വീണ്ടും പറയുന്നു, ഉണരരുത്, ഇനി നീ ഉറങ്ങാതിരുന്നോണം. ഉറങ്ങിക്കിടക്കുന്നവനോട് ഇനി ഉണരരുത് എന്നും നീ ഉറങ്ങാതെ ഇരുന്നു കൊള്ളണം എന്നും പറഞ്ഞാൽ അതൊരു പരസ്പര വിരുദ്ധമായ ഒരു ആശയമായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ പൊരുൾ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഉണരരുത് എന്ന് പറഞ്ഞത് ഏതവസ്ഥയിൽ നിന്നാണ്? മൂക്കുമുട്ട തിന്ന് വെള്ളവും കുടിച്ച് ഗാഠനിദ്രയിലാണ്ട് കിടക്കുന്ന നമ്മുടെ അവസ്ഥയോടല്ല ആ ഉത്ബോധനം. പിന്നെയോ ഈ തുരീയാവസ്ഥയെ പ്രാപിച്ച ജീവനോടാണ്. അതായത് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ കഴിഞ്ഞ് തുരീയാവസ്ഥയിൽ പ്രാപിച്ച് സ്വസ്ഥമായിരിക്കുന്ന, അതിന് മറ്റൊരു രീതിയിൽ പറയാവുന്ന, യോഗശാസ്ത്രം പറയുന്ന പേര് സമാധി എന്നാണ്. സമാധി അവസ്ഥയിൽ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല, പക്ഷെ ഉണർവോടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സമാധി അവസ്ഥയെ പ്രാപിച്ചാൽ മാത്രമേ ഈ പൊരുൾ ഒടുങ്ങി അവശേഷിക്കുന്ന ചൈതന്യം, ബോധസത്ത, നീ അന്വേഷിക്കുന്ന നിന്നെ തന്നെ കണ്ടെത്താൻ കഴിയൂ എന്ന് ഗുരു ഉദ്ബോധിപ്പിക്കുന്നു. പക്ഷേ ഇതെല്ലാവർക്കും സാധ്യമല്ല. അതിനുള്ളൊരു പോംവഴി പറയുന്നു. എന്താ? ഇതിനിന്ന് അയോഗ്യനെന്നാൽ, അതായത് ഈ സമാധി അവസ്ഥയെ പ്രാപിക്കുന്നതിനും ഈ ഉറക്കമില്ലാത്ത ഉണർവോടുകൂടി പരിസരം അതായത് ഭൗതികതയിൽ ആസക്തിയില്ലാതെ ഏതാണ്ട് വിശ്വാമിത്രാവസ്ഥ, ആ അവസ്ഥയെ പ്രാപിച്ചിട്ട് സ്വസ്ഥമായിരിക്കാൻ നിനക്ക് പ്രാപ്തി ഉണ്ടായിട്ടില്ലെങ്കിൽ അതുണ്ടാക്കാൻ എന്ത് വേണം? പ്രണവമുണർന്ന് പ്രണവം എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ സകലത്തിൻ്റെയും മൂലരൂപം യാതൊന്നോ അതാണ് പ്രണവം. അത് ഉണർന്ന് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിച്ചു തുടങ്ങി, അതായത് അത് ഈ പറഞ്ഞ തുരീയാവസ്ഥയിൽ എത്തുമ്പോൾ അതിന് കാണാനാകുമെന്നാണ്. അത് കാണുക എന്ന് പറഞ്ഞാൽ നഗ്നനേത്രം കൊണ്ട് കാണുക എന്നല്ല, അനുഭവത്തിലൂടെ അറിയാം. അനുഭവം എന്ന് പറയുന്ന കാഴ്ചയിലൂടെ അതിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുക എന്ന് പറഞ്ഞാൽ ജന്മമില്ലാതെയാകുക, ജനന മരണ അതീതമായ അവസ്ഥയെ പ്രാപിക്കുക. അങ്ങനെ പ്രാപിക്കുക, അതാണ് മുമ്പേ പറഞ്ഞത്, വാഴണം നിത്യമായി സുഖമായി.
ആ നിത്യ അവസ്ഥ എന്ന് പറയുന്നത് ഈ പിറപ്പൊഴിഞ്ഞ് കിട്ടുന്ന അവസ്ഥയാണ്. പുനർജന്മം ത്തിന് സാധ്യതയില്ലാത്ത പൂർണ്ണ ജ്ഞാനപ്രാപ്തിയോടുകൂടി കിട്ടുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ പിറപ്പൊഴിഞ്ഞ അവസ്ഥ. അപ്പോൾ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം.